പയ്യെ പയ്യെ കയ്യിലെടുത്താൽ കൂട്ടുകൂടും ചങ്ങാതി. വായന നല്ലൊരു കൂട്ടായി വാക്കുകളുള്ളിൽ വിരിയുമ്പോൾ പുതുവസന്തം വന്നെത്തും ജീവിത വഴികളിലറിയാതെ. ലഹരികളൊന്നും വേണ്ടല്ലോ ഫോണിലും അധികം നോക്കേണ്ട. ഒരു കഥ പറഞ്ഞു തരട്ടെ. പച്ചമരുന്ന് പറിക്കാൻ വേണ്ടി കാട്ടിൽ പോയ ഒരു മുത്തശ്ശിയുടെ കഥയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. മരുന്നുകൾ പറിച്ച് തിരിച്ചു വരുമ്പോൾ മുത്തശ്ശി കൊടും കാട്ടിൽ എത്തിപ്പെട്ടു. ആനകളുടെ ചിഹ്നം വിളിയും പുലികളുടെ മുരൾച്ചയും സിംഹങ്ങളുടെ ഗർജനവുമെല്ലാം കേട്ട് മുത്തശ്ശി പേടിച്ചു വിറച്ചു. ഹായ്, നല്ല കഥ, എനിക്കും വായിക്കണം കഥ. നമുക്ക് വായിച്ചാലോ? നമുക്ക് പുസ്തകത്തിന്റെ അടുത്തേക്ക് പോകാം. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വായിച്ചൊരു കഥയാണ് ഇവിടെ പറയുന്നത്. പണ്ടൊരു വ്യാപാരിയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്ക് എന്തോ അസുഖം ബാധിച്ചു മരിച്ചുപോയി. അവളുടെ മകളായിരുന്നു സിൻഡ്രല. ഫ്രഞ്ച് എഴുത്തുകാരനായ ചാൾസ് ബെറാൾഡ് എഴുതിയ ഇംഗ്ലീഷ് കഥയാണിത്. ഹായ്, പാത്തുമ്മയുടെ ആട് ഞാൻ വായിച്ച കഥ. ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് ആലിബാബയും 40 കള്ളന്മാരും. നിങ്ങൾക്കും ഈ കഥ വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ ലൈബ്രറിയിൽ ലഭ്യമാണ്. എനിക്കും കഥ വായിക്കണം. വായന പൂത്തൊരു വഴിയിൽ വാടാമല്ലികൾ വിരിയും. വായിക്കാൻ അറിഞ്ഞിടാൻ മനസ്സിൽ നിറയും മോഹം. വായന പൂത്തൊരു വഴിയിൽ വാടാമല്ലികൾ വിരിയും. വായിക്കാൻ അറിഞ്ഞിടാൻ മനസ്സിൽ നിറയും മോഹം. എത്ര സുന്ദര ലിപികൾ, അതിലെത്ര സുന്ദര കൃതികൾ. എത്ര സുന്ദര ലിപികൾ, അതിലെത്ര സുന്ദര കൃതികൾ. എനിക്കും കിട്ടി ബുക്ക്. ഞങ്ങൾക്കിനി ഫോണ് വേണ്ട.